لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ നോമ്പുകാരായിട്ടായിരിക്കും ഇതുപോലെ ജുമുഅക്ക് സമ്മേളിക്കുക. പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിൽ ഒരു റമദാൻ കിട്ടുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഒരു പക്ഷേ പലപ്പോഴും പല ആളുകൾക്കും ഇപ്പോൾ അതിൻ്റെ വിലയും പ്രാധാന്യവും അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല. നമ്മൾ ഈ നിമിഷം മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നാൽ, മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ് പിടിക്കാൻ എത്തിയാൽ, നമുക്കായി നമ്മുടെ കൂടെ കൊണ്ടുപോകുവാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും റമദാൻ വലിയ ഒരു അവസരമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ 3 കാര്യങ്ങൾ നമ്മുടെ കൂടെ ഖബർ വരെയും വരും. യത്ബഉൽ മയ്യിത സലാസ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും. ഫയർജിഉ ഇസ്നാനി, 3-ൽ 2 തിരിച്ചു പോരും. അയാളുടെ കൂടെ ഉണ്ടാകുന്നത് 1 മാത്രമാണ്. ഫയർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു, അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും മക്കളുമൊക്കെ ആ ഖബറിലേക്ക് നമ്മെ ഇറക്കി വെച്ച് പിടിമണ്ണിട്ട് അവർ യാത്രയാകും, തിരിച്ചു പോരും. അയാൾക്ക് എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്തും ഖബറിലേക്ക് കൊണ്ടുപോവുകയില്ല. പിന്നെ എന്താണ് കൂടെ ഉണ്ടാകുന്നത്? വയബ്ഖാ അമലുഹു, അയാൾ ജീവിതകാലത്ത് ബോധപൂർവം നിർവഹിച്ച അമലുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതേപോലെ നമ്മുടെ റൂഹ് തൊണ്ടക്കുടിയിലെത്തിയാൽ ഓരോരുത്തരുടെയും കർമ്മത്തിന്റെ അളവ് കുറഞ്ഞുപോയി എന്ന് അനുഭവപ്പെടുന്ന ബോധ്യം വരുന്ന ഒരു രംഗമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ മുഅ്മിനൂനിന്റെ അവസാന ഭാഗത്ത് 99-100 ആയത്തുകൾ നമ്മളെ ഉണർത്തിയ ഒരു കാര്യമാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ, നമ്മളിൽ ഓരോരുത്തരുടെയും അടുക്കൽ മരണമാസന്നമായി കഴിഞ്ഞാൽ, നമ്മുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ റബ്ബിനോട് വിളിച്ചു പറയും, അല്ലാഹുവേ എന്നെ ഒന്ന് അല്പം പിന്തിപ്പിക്കണമേ. എന്തിനാണത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ജീവിതകാലത്ത് ആരോഗ്യമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവും ശേഷിയുമുള്ള സമയത്ത് ചെയ്യേണ്ട പലതും ഞാൻ ചെയ്തില്ല, അതൊന്ന് തിരിച്ചു ചെയ്യാൻ എനിക്കൊരവസരം നൽകണേ എന്ന് കെഞ്ചി മലക്കുകളോട് ചോദിക്കും, പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കും. പക്ഷെ അള്ളാഹു പറഞ്ഞത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇല്ല, തിരിച്ചു പോകാൻ ഒരു അവസരവുമില്ല. അവരതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അതൂൻ, ഇനി ഉയർത്തെഴുന്നേൽപ്പിന്റെ ഖിയാമത്ത് നാൾ വരെയും അവർക്ക് തിരിച്ചു പോരാൻ കഴിയാത്ത ശക്തമായൊരു മറ ഈ ലോകത്തിനും ആ ലോകത്തിനും ഇടയിൽ, ഈ ജീവിതത്തിനും ആ ജീവിതത്തിനും ഇടയിൽ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. നമ്മുടെ റൂഹ് പിടിക്കാൻ ഈ സമയം മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കൽ എത്തി എന്ന് നമ്മൾ വിചാരിക്കുക. ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞ ഹദീസിന്റെ അല്ലെങ്കിൽ ആയത്തിന്റെ താല്പര്യത്തിന് അല്പം വ്യത്യസ്തമായി മലക്കുൽ മൗത്ത് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറയുകയാണ്, ശരി, നിന്റെ റൂഹ് ഇപ്പോ പിടിക്കുന്നില്ല, ഒരു ദിവസം നിനക്ക് അവസരമുണ്ട്. അതല്ലെങ്കിൽ ഒരാഴ്ച കൂടി നിന്റെ റൂഹ് പിടിക്കുന്നതിന്റെ മരണത്തിന്റെ അവധി നീട്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്? അതല്ല ആ സന്ദർഭത്തിലും കളിയും ചിരിയും ദുനിയാവും വിനോദങ്ങളുമായി നമ്മളങ്ങ് കഴിച്ചു കൂട്ടുകയായിരിക്കുമോ? അതല്ല, ഞാൻ ഇന്ന കാര്യങ്ങളിലൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് എനിക്ക് പൂർത്തീകരിക്കണം എന്നൊരു ചിന്തയുണ്ടാകുമോ? ചെയ്യാൻ പാടില്ലാത്ത പലതും ഞാൻ അറിഞ്ഞും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം എന്ന് നമുക്ക് ചിന്തിക്കുവാൻ തോന്നുമെങ്കിൽ സത്യത്തിൽ സഹോദരങ്ങളെ, അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. റൂഹ് തൊണ്ടക്കുടിയിൽ എത്തുന്നതിന് മുമ്പ് ഏത് സമയവും അതിന് അവസരമുണ്ടെങ്കിലും പരിശുദ്ധ റമദാൻ അതിന് സവിശേഷമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര കണ്ട് നമ്മൾ ജീവിച്ചാലും മരണം എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ എങ്ങനെയെല്ലാം സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച ആളുകളും ഇപ്പോൾ ഖബറുകളിലുള്ള ആളുകൾ കൊതിക്കുന്നുണ്ട് എന്ന്. എന്തിനു വേണ്ടി? ഒരു റമദാൻ, ആ റമദാനിലെ ഒരു ദിവസം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് കൊതിക്കാത്തവർ ഖബറുകളില്ല എന്ന് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ, അല്ലാഹു തന്നെയാണ് സത്യം. ഖബറാളികളോട്, ഖബറിൽ കിടക്കുന്ന ആളുകളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും പറയാനില്ല. തമന്നൗ യൗമൻ ഫീ റമദാൻ, റമദാനിൽ ഒരു ദിവസം പടച്ചവരെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും അവർ കൊതിക്കുക. അപ്പോ അത്രമാത്രം പുണ്യങ്ങൾ സമ്പാദിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, സ്വർഗം നേടിയെടുക്കാനുള്ള അസുലഭമായ അവസരങ്ങളും സാഹചര്യങ്ങളുമാണ് പരിശുദ്ധ റമദാനിലൂടെ നമ്മളുടെ അടുക്കിലേക്ക് എത്തുന്നത് എന്നാണ് സൂചിപ്പിച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ 2 ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അതിലൊരാൾ നല്ല ഉത്സാഹിയായിരുന്നു, നല്ല പരിശ്രമശാലിയായിരുന്നു സൽക്കർമ്മങ്ങൾ. അങ്ങനെ അയാൾ അധികം താമസിയാതെ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന വ്യക്തി 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടു പോകുന്നത്. സ്വഹാബികളിൽ പ്രമുഖനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഈ 2 ആളുകളുടെയും മരണശേഷം ഇവരെ കിനാവ് കാണുകയാണ്, സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്നു ഇവര് 3 പേരും, ത്വൽഹ റളിയല്ലാഹു അൻഹുവും ഈ 2 സ്വഹാബികളും. ആ സന്ദർഭത്തിൽ 2ാമത് മരണപ്പെട്ടയാളെ മലക്ക് വന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്നു. അതിനുശേഷം മാത്രമാണ് ഷഹീദായ ആദ്യം മരിച്ചുപോയ ആളെ കൊണ്ടുപോകുന്നത്. ത്വൽഹയോട് പറയുന്നു, നിങ്ങളുടെ സമയമായിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോ എന്നു. ഇതാണ് സ്വപ്നം. ഈ വിവരം അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞു. അവർക്കും അത്ഭുതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ വിവരമെത്തി. കാരണം എന്തുകൊണ്ടും അവരെല്ലാവരും കരുതിയത് വളരെ ആവേശത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത ആ മാർഗത്തിലായി തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ ഷഹീദായ ഒരു വ്യക്തി, അയാളിൽ എന്താണെങ്കിലും 1ാമത് സ്വർഗത്തിലെത്തേണ്ടത്. അതിലായിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട സംശയവും അത്ഭുതവും ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ വാർത്ത എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, മിൻ അയ്യി ഷൈഇൻ തഅജബൂൻ, നിങ്ങൾ എന്ത് കാര്യത്തിലാണ് അത്ഭുതപ്പെടുന്നത്? എന്താണ് അതിൽ അത്ഭുതപ്പെടാനുള്ളത്? അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന, ആദ്യം മരിച്ച വ്യക്തിയേക്കാൾ 1 വർഷം കൂടി ഇയാൾക്ക് ജീവിക്കുവാൻ അവസരം കിട്ടിയില്ലേ? വഅദറക റമളാൻ ഫസാമഹു, ആ വർഷത്തിൽ ഒരു റമളാൻ അയാൾക്ക് കിട്ടിയില്ലേ? അയാൾ നോമ്പെടുക്കുകയും ചെയ്തില്ലേ? സ്വഹാബികൾ പറഞ്ഞു, അതെ. വസല്ല കദാ വകദാ സജദതൻ ഫിസ്സന, 1 വർഷത്തിൽ 365 ദിവസത്തിൽ അയാൾ എത്ര ഫർദ് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകും, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അയാളാണ് ഇയാളെക്കാൾ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിച്ചവൻ എന്ന് പറഞ്ഞപ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ കൂടെ കഴിഞ്ഞ, നമ്മുടെ കൂടെ പഠിച്ച, നമ്മുടെ കൂടപ്പിറപ്പുകളായ പല ആളുകളും ഇന്ന് ഖബറുകളിലാണ്. ആ ആളുകൾക്കൊക്കെ കിട്ടാത്തൊരു അവസരമാണ് റമദാനിനെ ഒരിക്കൽ കൂടി വരവേൽക്കുവാൻ നമുക്ക് സാധിക്കുക എന്നത്. അതുകൊണ്ട് ഈ വിലപ്പെട്ട അവസരം എല്ലാവരും ശ്രദ്ധയോടുകൂടി വളരെ പോസിറ്റീവായി അതിനെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. അതല്ല എല്ലാ റമദാനും പോലെ അത് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ പറയും, ഓ ഇത്ര പെട്ടെന്നാണ് റമദാൻ കഴിഞ്ഞു പോയത്. അങ്ങനെ കമന്റുകൾ പറയാനുള്ളതല്ല. ഈ റമദാൻ ഇതുവരെയുമുള്ള റമദാൻ പോലെ ആവുകയില്ല എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആയിരിക്കുമോ ഇത് എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. ഇന്ന് പോലും നമ്മളൊരു വാർത്ത കേട്ടു, മനസ്സിനെ വേദനിപ്പിച്ചൊരു വാർത്തയാണ്. നമ്മുടെ മക്കളുടെ പ്രായമുള്ള 10ഉം 18ഉം വയസ്സ് പ്രായമുള്ളൊരു സഹോദരൻ ഇന്നലെ ഒരു ആക്സിഡന്റിൽ പെട്ടു. ഇന്നലെ രാത്രി തന്നെ ദുആ ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് വന്നു, ഇന്ന് രാവിലെ അവൻ മരിച്ചു എന്ന്. ആലുവക്കടുത്തുള്ള മുട്ടത്ത് മുഹമ്മദ് അമാൻ എന്ന് പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി ഒരു ആക്സിഡന്റിൽ പെട്ടു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് പ്രായം ഒരു തടസ്സമല്ല. അവനോ അവന്റെ മാതാപിതാക്കളോ വിചാരിക്കുന്നില്ല ഈ റമദാനിൽ അമാൻ കൂടെ ഉണ്ടാവുകയില്ല. ഇതേപോലെ ഈ പറയുന്ന ഞാനോ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരിൽ ആരൊക്കെ ഉണ്ടാകും ഈ റമദാനിൽ, അടുത്ത റമദാനിൽ എന്ന് നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയും പിണങ്ങിയും വഴക്കടിച്ചും നമുക്ക് നേരം കളയാനുണ്ടോ? ഉമ്മയും വാപ്പയും സഹോദരങ്ങളും ഒക്കെയായി മിണ്ടാതെ തെറ്റി നിൽക്കുന്ന, ശത്രുതയിൽ കഴിയുന്ന ആളുകൾക്ക് ആ തെറ്റി പിണങ്ങി നിൽക്കുന്നത് കൊണ്ട് എന്ത് നേടാനാകുമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതേപോലെ പല ദുശ്ശീലങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് ഇനിയും തുടരാനാണോ ഭാവം? പുകവലിയായും മദ്യപാനമായും ഒക്കെ അള്ളാഹു ഹറാമാണ് എന്ന് പഠിപ്പിച്ച പലതും പല ഇടപാടുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നന്നാകണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നോ നാളെയോ നമ്മൾ മരിച്ച് നമ്മുടെ ബന്ധുക്കൾ ആ മരണവാർത്ത അറിഞ്ഞ് ഓടിയെത്തി അവർ നമ്മളെ കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാൽ ആ ഖബറിൽ നമ്മുടെ കൂടെ എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായും എന്റെ കയ്യിൽ കാര്യമായ ഒരു കോപ്പുമില്ല എന്ന് ചിന്തിക്കാൻ, എനിക്ക് വിഭവങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ് ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകും. അപ്പോൾ
നാളെയാകട്ടെ എന്ന് വിചാരിച്ച് നീട്ടി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അദ്ദുനിയാ തലാസത്തു അയ്യാം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ 3 ദിവസങ്ങളാണ്. ഒന്ന് അൽ അംസ്, പാസ്റ്റാണ്, കഴിഞ്ഞുപോയ ഇന്നലകളാണ്. ഫഖദ് ദഹബ ബിമാ ഫീഹി, ഇന്നലകൾ അത് ക്ലോസ് ചെയ്തു, അത് കഴിഞ്ഞുപോയി, അതിന്റെ ഏടുകൾ ഉയർത്തപ്പെട്ടു. രണ്ടാമത്തേത് അൽ ഗദ്, നാളെയാണ്, ഫ്യൂച്ചറാണ്. ഫലഅല്ലക ലാ തുദ്രികുഹു, അത് ചിലപ്പോൾ നിനക്ക് കിട്ടിയേക്കുകയില്ല. ഇന്ന് മരിച്ചാൽ നാളെയുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം സാങ്കല്പികമാണ്, അസംഭവ്യമാണ്. എന്നാൽ മൂന്നാമത്തെ ഒന്നുണ്ട് അൽ യൗം, ഇന്ന്, പ്രസന്റ്, നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം. ഫഅമൽ ഫീഹി, അതുകൊണ്ട് നീ ആ ദിവസം ഉപയോഗപ്പെടുത്തി കർമ്മങ്ങൾ ചെയ്തോ എന്നാണ്. അഥവാ കഴിഞ്ഞ റമദാൻ ഇനി നമ്മൾ എത്ര കണ്ട് ആഗ്രഹിച്ചാലും തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ആയുസ്സിൽ എത്ര റമദാനുകൾ കഴിഞ്ഞുപോയോ അതൊക്കെ കഴിഞ്ഞുപോയി. അടുത്ത റമദാൻ ഇനി കിട്ടുമോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. എന്നാൽ ഇപ്പോൾ ഈ റമദാൻ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ആ റമദാനിൽ ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് കിട്ടിയാൽ അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നുള്ളൊരു നിയ്യത്തും കാര്യബോധവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകണം. എങ്കിൽ സഹോദരങ്ങളെ, അതിനായി ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രീ പ്ലാനിങ്, ഒരു മുൻകൂട്ടിയുള്ള ഒരു മുന്നൊരുക്കം നമുക്ക് വേണ്ടതുണ്ട്. മഹാനായ അംർ ഇബ്നു ഖൈസ് അൽ മുലാഇ ഹിജറ 146 മരണപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, റമദാനിന് മുമ്പ് മനസ്സ് നന്നാക്കിയ, ആ റമദാനിനെ സ്വീകരിക്കുവാൻ മാനസികമായി ഒരുങ്ങിയ ആളുകൾക്ക് മംഗളം. അവർ റമദാനിന്റെ വിലയറിഞ്ഞു, അതിന്റെ മഹത്വം മനസ്സിലാക്കി, അത് എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്തണം, അതിന്റെ ഒന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കരുതി മനസ്സ് പാകപ്പെടുത്തി നന്നാക്കിയ ആളുകൾ. മനസ്സ് നന്നാകുമ്പോൾ എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലഹൽ ജസദു കുല്ലു, മനസ്സ് നന്നായാൽ ശരീരം ആസകലം നന്നാകും, ഉന്മേഷമുണ്ടാകും, ഊർജ്ജസ്വലതയുണ്ടാകും, പടച്ച റബ്ബിന്റെ തൗഫീഖ് കിട്ടും, എല്ലാം ലഭിക്കും. എന്നാൽ മനസ്സ് ദുഷിച്ചാലോ സ്വാഭാവികമായും നമുക്ക് ഒന്നിനും തൗഫീഖ് കിട്ടുകയില്ല എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ, മാപ്പാക്കാൻ, റബ്ബിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടത്, ഒരുങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ബിത്തൗബതി സ്വാദിഖ, സത്യസന്ധമായ ആത്മാർത്ഥമായ പശ്ചാത്താപ മനസ്സുമായി റബ്ബിലേക്ക് തിരിയാൻ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. നന്നാകാൻ, തെറ്റുകൾ തിരുത്താൻ ഒരു അവസരമാണ് എന്ന ബോധ്യത്തോടുകൂടി ഈ റമദാൻ എന്താണെങ്കിലും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ പോസിറ്റീവായി അതിനെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കാം. മനുഷ്യരായ നമുക്ക് അബദ്ധങ്ങളും തെറ്റുകളും ധാരാളം സംഭവിച്ചു പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഈ റമദാൻ എന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും, ഇൻഷാ അല്ലാഹ് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഒരിക്കലും ഞാൻ തിന്മയിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി സത്യസന്ധമായി റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ, അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, പാപങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാൾ തെറ്റ് ചെയ്യാത്ത വ്യക്തിയെ പോലെയാണ് എന്ന്. അങ്ങനെ കഴിഞ്ഞുപോയ ദിവസങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും കുറിച്ചോർത്ത് ആ തെറ്റുകളിലേക്ക് ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ആത്മാർത്ഥമായി സത്യസന്ധമായി റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുവാൻ സാധിക്കുക എന്നതാണ് റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുമ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി ബിന്നിയ്യത്തി സ്വാദിഖത്തി വൽ അസീമത്തിൽ ഖാലിസ, അതും ആത്മാർത്ഥവും സത്യസന്ധവുമായ ചില ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകണം. എന്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചു, എന്റെ ആയുസ് പലതും നഷ്ടപ്പെട്ടു പോയി. ആരോഗ്യമുള്ള സമയം, സമ്പത്തും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ശേഷിക്കുന്നത് ഒരു ദിവസമാണെങ്കിലും ഒരു വർഷമാണ് എങ്കിലും ഞാൻ അത് മാക്സിമം ഉപയോഗപ്പെടുത്തും. ഒരിക്കലും അത് കൂട്ടുകെട്ടാണെങ്കിലും ശരി, ഇടപാടുകളാണെങ്കിലും ശരി, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒന്നിലേക്കും ഞാൻ പോവുകയില്ല എന്ന് ഉറച്ചൊരു തീരുമാനം, സത്യസന്ധമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ,
നമ്മുടെ മാർഗത്തിൽ ആത്മാർത്ഥമായി അധ്വാനിക്കുവാൻ തയ്യാറുള്ള ആളുകൾക്ക് തീർച്ചയായും നാം ഹിദായത്ത് എളുപ്പമാക്കി കൊടുക്കും. തീർച്ചയായും അല്ലാഹു ഇഹ്സാൻ നന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്തിന്റെ അവസാന ഭാഗത്ത് നമ്മെ ഉണർത്തുകയാണ്. അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി, നല്ല ഒരു നെയ്യത്തോടുകൂടി നമ്മൾ റമദാനിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുകയും റമദാൻ കിട്ടാതെ മരിച്ചാൽ തന്നെയും ആ റമദാനിനെ ഉപയോഗപ്പെടുത്തിയ കൂലി നമുക്ക് കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മൻ ഹമ്മ ബിഹസനത്തി, ഒരാളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അയാൾ ചെയ്തില്ല, ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയില്ല, എന്നാൽ പോലും പരിപൂർണമായൊരു നന്മയായി അല്ലാഹു അയാളുടെ കണക്കിൽ രേഖപ്പെടുത്തുമെന്നാണ്. അതേപോലെ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി, ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി റമദാനിനെ വരവേൽക്കുവാൻ, സ്വീകരിക്കുവാൻ, ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ മൂന്നാമതായി റമദാനിന്റെ ഓരോ നിമിഷവും നന്മകൾ കൊണ്ട് പരമാവധി നിറക്കുവാൻ നമുക്ക് സാധിക്കണം. നന്മകൾ ഒരു അവസരവും പാഴാകാത്ത വിധത്തിൽ പരമാവധി ഈ ആയുസ്സിലെ അവസാനത്തെ റമദാൻ ആയിരിക്കും എന്ന രീതിയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് അധ്വാനിക്കണം. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു വിളിക്കുകയാണ്, സാരിഊ, നിങ്ങൾ ധൃതിയിൽ വരൂ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം നേടിയെടുക്കാൻ. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണ്ടേ? കരുണാവാരിയായ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും നിങ്ങൾക്ക് കിട്ടിയിട്ട് ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് പടച്ചിറപ്പിന് നിരക്കാത്ത, അള്ള പറയാത്ത, അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞ പല തോന്നിവാസങ്ങളും നിങ്ങൾ ചെയ്തില്ലേ? എന്നാൽ അതൊക്കെ പുറത്തു തരാൻ കാരുണ്യവാനായ, ഗഫൂറായ, തവ്വാബായ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കാൻ കൈനീട്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ ഓടി വരൂ. വജന്നത്തിൻ, അവന്റെ സ്വർഗത്തിലേക്കും. അർദുഹസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമുള്ള ആ സ്വർഗം ആർക്കാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അത് ഒരുക്കിയിട്ടുള്ളത്. ആ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയാണ് റമദാനിലെ നോമ്പും അല്ല നിയമമാക്കിയത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് എല്ലാ റമദാനിലും നമ്മൾ കേട്ട് കാണാതെ പഠിച്ചിട്ടുള്ള ആയത്തായിരിക്കും. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ വിഷമിപ്പിക്കുവാനോ പ്രയാസപ്പെടുത്താനോ അല്ല, തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയെന്ന്. അങ്ങനെ തഖ്വയിലൂടെ അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കാൻ റമദാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും സ്വർഗം നമുക്കുള്ളതായിരിക്കും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്. നാലാമത്തെ ഒരു കാര്യം, എങ്ങനെയാണ് റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ മനസ്സ് വെക്കേണ്ടത്, ഒരുങ്ങേണ്ടത്? ബിത്തഅല്ലുമി അനിൽ അഹ്കാം, നോമ്പുമായി ബന്ധപ്പെട്ട, റമദാനുമായി ബന്ധപ്പെട്ട മതവിധികൾ, നിയമങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ഒക്കെ പഠിച്ച് അറിഞ്ഞ് ഒരു ബസീറത്തോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി റമദാനിനെ സ്വീകരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ മുൻകടന്നു, അവർ വിജയിച്ചു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമനിൽ മുഫർരിദൂൻ, അല്ലാഹുവിന്റെ റസൂല്, മുഫർരിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആണുങ്ങളും പടച്ചറബിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന സ്ത്രീകളുമാണ്. അദ്കാറുകൾ നാവുകൊണ്ടും ഹൃദയം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഒക്കെ ദിക്റുകൾ ചെയ്യാൻ സാധിക്കണം. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞ് അമല് ചെയ്യുമ്പോൾ അത് അവയവങ്ങൾ കൊണ്ടുള്ള ദിക്റാണ്. പടച്ചറബിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിച്ച് നമ്മുടെ ആശയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ റബ്ബിലേക്ക് സമർപ്പിക്കുന്ന തവക്കുലും, അള്ളാഹുവിനെ മനസ്സ് നമ്മൾ ബന്ധിപ്പിക്കുന്നത് ഹൃദയം കൊണ്ടുള്ള ദിക്റാണ്. നാവ് കൊണ്ടുള്ള ദിക്റുകൾ നമുക്കറിയാം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ എല്ലാ അദ്കാറുകളും. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ പരിശുദ്ധ ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്ർ നാമാണ് ഇറക്കിയത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ പരിശുദ്ധ ഖുർആൻ,
അത് റമദാനിൽ പാരായണത്തിനും പഠനത്തിനും ഒക്കെ വേണ്ടി നാം ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് ഓരോ ഹർഫിനും ഓരോ പുണ്യമുണ്ട് എന്ന്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമ്മൾ ഓതുമ്പോൾ അലിഫ് ലാം മീം എന്ന 3 അക്ഷരങ്ങളുള്ള ഒരു വചനം നമ്മൾ ഓതുമ്പോൾ ഒരു കൂലി എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു അക്ഷരമാണ്, ലാമ് വേറൊരു അക്ഷരമാണ്, മീമ് വേറൊരു അക്ഷരമാണ്. അപ്പൊ അർത്ഥം മനസ്സിലാക്കാനില്ലാത്ത ആ ആയത്ത് 3 അക്ഷരം, കേവലം 3 അക്ഷരങ്ങളുള്ള ആ വചനം റബ്ബിന്റെ കലാമാണ് എന്ന രീതിയിൽ അതിനെ റെസ്പെക്ട് ചെയ്ത് ആദരിച്ച് ബഹുമാനിച്ച് പാരായണം ചെയ്താൽ 3 പ്രതിഫലം. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. അയാളുടെ മനസ്സും ഇഖ്ലാസും അനുസരിച്ച് 10 ഇരട്ടിയായി അല്ലാഹു കൊടുക്കും. അപ്പോൾ എത്രയാണ് പ്രതിഫലം? 3,23,000-ത്തിലധികം അക്ഷരങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ എന്നാണ്, ഹർഫുകൾ. ഒരു തവണ നമ്മൾ ഖുർആൻ ഓതി തീർത്താൽ 3,23,000 × 10 അത്രയും പ്രതിഫലം അതിലൂടെ മാത്രം നമുക്ക് കിട്ടും. അർത്ഥം അറിഞ്ഞ് അതിന്റെ ആശയം ഉൾക്കൊണ്ട് നമ്മുടെ മനസ്സിൽ തട്ടി കണ്ണ് നനച്ചുകൊണ്ട് ഓതുവാൻ നമുക്ക് സാധിച്ചാൽ അതിന് വല്ലാത്ത പ്രതിഫലം, അള്ളാഹുവിന് മാത്രം കണക്കാക്കാൻ കഴിയാത്ത വലിയ പ്രതിഫലമുണ്ട്. സലഫു സാലിഹീങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. 3 ദിവസം കൊണ്ട് ഖത്തം തീർത്ത, ഖുർആൻ മുഴുക്കെ ഓതി തീർത്ത ചരിത്രം പറയുമ്പോൾ അതൊക്കെ വെറുതെ പറയായിരിക്കും എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. സത്യത്തിൽ അതൊന്നും അസാധ്യമല്ല. മനസ്സുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്കും അത് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു പേജ് നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് ഓതാൻ നമ്മൾ സമയമെടുക്കുകയാണെങ്കിൽ ടൈമർ വെച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരു 2 മിനിറ്റ് മതി ഒരു പേജ് നമുക്ക് മുഴുവൻ ഓതി തീർക്കാൻ. ഇത് ഏറി വന്നാൽ തപ്പിത്തടഞ്ഞു ഓതുന്ന 2.5 മണിക്കൂർ കൂട്ടിക്കോ. 20 പേജുകൾ ഉണ്ടെങ്കിൽ ഒരു ജുസ് ആയി. അപ്പോൾ 20 × 2 40, അല്ലെങ്കിൽ 20 × 2.5 ആകുമ്പോൾ 50 മിനിറ്റ്. 50 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ശരാശരി വേഗത്തിൽ നമുക്ക് ഒരു ജുസ് ഓതി തീർക്കുവാൻ സാധിക്കും. അങ്ങനെ 30 × 40 1200 മിനിറ്റ് അഥവാ 20 മണിക്കൂർ കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുക്കെ നമുക്ക് ഓതി തീർക്കാൻ സാധിക്കും. ഒരു ദിവസം അള്ളാഹു 24 മണിക്കൂർ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഒരു ദിവസം വേണ്ട, 2 ദിവസത്തിലാകാം, അല്ല 3 ദിവസം വേണ്ട, ഒരാഴ്ചയിൽ വേണ്ട, ഒരു 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ഓതി തീർക്കാൻ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. സലഫു സാലിഹീങ്ങൾ അങ്ങനെ ചെയ്തത് അതൊക്കെ വെറുതെ തള്ളിവിടുകയാണ് എന്ന് ആരും കരുതേണ്ടതില്ല. ആ ഖുർആനുമായി മനസ്സ് അടുപ്പമുണ്ടെങ്കിൽ, റബ്ബുമായി നമുക്ക് അടുക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും ഏറ്റവും നല്ല രീതിയിൽ അമലു സാലിഹാത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് റമദാനിനെ ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ, ദിക്ർ ദുആകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെയൊക്കെ ഖുർആൻ റമദാനിനെ ധന്യമാക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ അള്ളാഹ് അനുവദിച്ചതല്ലേ എന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ ലാവിഷായി പോകാറുണ്ട്. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹ് അനുവദിച്ച മുബാഹായ അനുവദിച്ച കാര്യങ്ങളാണ്, പക്ഷെ അതൊന്ന് കുറക്കണം. കാരണം ഈ അവസരം പിന്നെ കിട്ടുകയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് ഉറക്കമാണെങ്കിലും, കളിയാണെങ്കിലും, വിനോദമാണെങ്കിലും, ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന ഏത് പണികളും മറ്റ് മാസങ്ങളെക്കാൾ പല ആളുകളും കൂടുതൽ അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്.
മൊബൈൽ ഫോണിൽ, സോഷ്യൽ മീഡിയയിൽ ഒക്കെ മണിക്കൂറുകൾ ചെലവഴിക്കും. കാരണം വേറൊന്നുമില്ല, ഒന്നിനും പറ്റണില്ല. അപ്പൊ സമയം ഒന്ന് പോകാൻ, ടൈം പാസ് എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒഴിവാക്കാൻ, പാഴാക്കാൻ സമയമില്ല. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ഉണർത്തിയതുപോലെ അഹ്മദ് ഷൗക്കിയുടെ ഒരു വാക്ക്, ഒരു പദ്യശകലം, നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം നമ്മളോട് പറയുന്നത് ചില സന്ദേശങ്ങളാണ്. ഇന്നൽ ഹയാത ദഖായിഖു വതവാനി, മനുഷ്യ നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മിനിറ്റുകളും സെക്കൻഡുകളുമാണ്. ആ ശബ്ദം കേൾക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് അടർന്നു വീഴുന്ന നിന്റെ ജീവിതത്തിന്റെ ഓരോ പാർട്ടുകളുമാണത്. അത് കണ്ടുകൊണ്ട് മൈൻഡ് ചെയ്യാതെ നീ പോകല്ല, അതിനെ ഉപയോഗപ്പെടുത്തി പോയെന്ന്. അതുകൊണ്ട് ഉറങ്ങാനും കളിക്കാനും വിനോദിക്കുവാനും സമയം കൊല്ലാനും ഒരു വിശ്വാസിയുടെ അക്കൗണ്ടിൽ ഇല്ല. പരലോകത്തെത്തുമ്പോൾ ആയുസത്തിന് വിനിയോഗിച്ചു, സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഒരു ടൈം ടേബിൾ, ഒരു പ്ലാൻ അവർ സ്വയം തന്നെ ഉണ്ടാക്കണം. എങ്ങനെ? എത്ര നേരം എനിക്ക് ഉറങ്ങണം, ഞാൻ എപ്പോൾ കിടക്കും, അത്താഴത്തിന് എപ്പോൾ എഴുന്നേൽക്കണം, ഖുർആൻ പാരായണത്തിന്, ഖുർആൻ ഹിഫ്ളാക്കാൻ എന്റെ ജോലിയുടെയും വിശ്രമത്തിന്റെയും സമയത്തിന്റെ ഇടയ്ക്ക് എങ്ങനെയായിരിക്കും എന്നിങ്ങനെ ഒരു പേപ്പർ എടുത്ത് നമ്മുടെ ഡയറിയിൽ നമ്മളൊന്ന് എഴുതി വെക്കാം. ആ ഒരു പരിശ്രമത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ പടച്ചറബിനോടുള്ള ദുആയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ റമദാനിനേക്കാൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തി നിങ്ങൾ എന്നോട് പറയും. നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് നമ്മളത് തയ്യാറാക്കേണ്ടതുണ്ട്. റമദാനിലെ അത്താഴം കഴിക്കേണ്ട സമയവും അതേപോലെ തന്നെ എല്ലാം, നമ്മുടെ ജോലിയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ചില നിയന്ത്രണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. സമയമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ഒക്കെ അത് വിനിയോഗിക്കുമ്പോൾ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സമയത്തിന് യാതൊരു വിലയുമില്ലാതെ, സമ്പത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ വാരിക്കോരി എന്തിനും ഏതിനുമൊക്കെ ചെലവഴിക്കുന്നതിൽ നിന്ന് ഒരു വാസ്തവത്തിൽ നമ്മെ ഒരു മെരുക്കിയെടുക്കുന്ന, നമ്മെ ഒന്ന് പരിശീലിപ്പിക്കുന്ന, നിയന്ത്രണത്തിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് പീരീഡാണ് റമദാൻ. അപ്പോ നമുക്ക് പലതിനെയും നിയന്ത്രിക്കാൻ, പലതിനോടും നോ പറയാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിആത്തിന്റെ അവസാന ഭാഗത്ത് ഉണർത്തിയതുപോലെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, ഏതൊരുത്തൻ തന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ പരലോകത്ത് പോയി നിൽക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അതിനെ ഭയപ്പെട്ട് സ്വന്തം ഇച്ഛകളെ നിയന്ത്രിച്ചുവോ, ആ ഇച്ഛകൾക്കനുസരിച്ചിട്ടുള്ളാതെ അതിനോട് നോ പറയാൻ കടിഞ്ഞാണിട്ട് അതിനെ മെരുക്കിയെടുക്കാൻ പരിശ്രമിച്ചോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവർക്കുള്ളതാണ് സ്വർഗം, അവരെയാണ് സ്വർഗം മാടി വിളിക്കുന്നത്. സഹോദരങ്ങളെ, ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ആത്മാർത്ഥമായി കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് പരിശുദ്ധ റമദാൻ ആഗതമാകുമ്പോഴേക്ക് ഒരുങ്ങി തയ്യാറെടുത്ത് ആ റമദാനിനെ സ്വീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ കഴിഞ്ഞ റമദാനുകളെ ഒക്കെ അപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു റമദാനായിരിക്കും ഇത് എന്ന ഒരു ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടി ആ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖും ഈമാനികമായ കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അമാൻ എന്ന ആ സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കൾക്കും കുടുംബത്തിനും അള്ളാഹു ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.